ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ വാസോണൻ്റെ വണ്ടിയൊക്കെ സെറ്റാക്കി നമ്മളെ വീട്ടിൽ നമ്മളെ പാർക്ക് ഗ്യാരേജിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വണ്ടി. അപ്പം നമ്മളെ വണ്ടി എടുത്തതിന് ശേഷം വാസോണ്ണൻ പിന്നെ നമ്മളെ വിളിച്ചിരുന്നു, പുതിയ ഡീലേഴ്സും പുതിയ വണ്ടി നിങ്ങൾ എടുക്കുന്നെങ്കിൽ നമ്മളെ ഡീലർ ഉണ്ട് എന്ന്. നമ്മൾ ആ ഡീലർ കാണാൻ പോകുന്നു. ഇപ്പം ആ ഡീലറിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഡീലർ അടക്കുന്നുണ്ട്. നമുക്കിവിടെ സൈഡിലൂടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നല്ലൊരു വണ്ടി നോക്കിയിട്ട് എടുക്കാം. നമുക്ക് നടന്നിട്ട് വേഗം പോയി നോക്കാം. ഇനിയിപ്പം ചങ്ങായി എന്നാ പറയുന്നതെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ചെറിയ പൈസക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കണം. ഹലോ, ഞാൻ മറ്റേ വാസോണം പറഞ്ഞിട്ട് ഞാൻ വന്നേ. ഹലോ ബ്രോ. ഇന്നൊരു വാസോണം വിളിച്ചിരുന്നോ? നീയാകണ്ടേ ഫ്രാങ്കിൻ? മോർണിംഗ് ഏത് വണ്ടിയാണ് വണ്ടേ? കുറേ വണ്ടി നമ്മുടെ ഷോറൂമിലുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഓഫർ എടുത്തോ. അതിൽ അത്യാവശ്യം റേറ്റ് കുറച്ചതിന് മുതൽ ഏത് വണ്ടി വേണ്ടേ മോനെ? ഗൈസ്, ഈ ചങ്ങായി പറയുന്നത് ഈ അത്യാവശ്യം റേറ്റും കാരണം കുറച്ച് തരുന്ന എല്ലാ വണ്ടിക്കും പറയുന്നത്. നമുക്ക് ഈ വണ്ടിയിലൊന്ന് ജസ്റ്റ് നോക്കണം ഗൈസ്. നമ്മുടെ ഈ ചങ്ങായി പറഞ്ഞ വെച്ചാൽ ഏത് വണ്ടി വേണം നിങ്ങൾക്ക് എടുക്കാം, അത്യാവശ്യം ചീപ്പ് റേറ്റിന് തരുന്നതാണ് പറയുന്നത് എല്ലാ വണ്ടിയും. അവിടെ നമുക്ക് എല്ലാ വണ്ടിയും നോക്കണം. ഫസ്റ്റ് ഉള്ള KTM ആണ്, ഇപ്പോൾ രണ്ടാമത് നിഞ്ചയാണ് വണ്ടി, മൂന്നാമത് വണ്ടി അറിയില്ല ഗൈസ്, നാലാമത്തും അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സ്പ്ലെൻഡർ പൊളി വണ്ടിയാണ് ഗൈസ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. അപ്പം അത് റേറ്റും കുറവായിരിക്കും. നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇപ്പം സ്പ്ലെൻഡർ ആകുമ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോയിട്ട് വേഗം വരാം. അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ എടുക്കാം. എടാ മോനെ, നീ വണ്ടി നോക്കിയാ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്നായി. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നീ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വന്നോ. ഗൈസ്, അപ്പോൾ ചങ്ങായി പറഞ്ഞ ശരി, നമുക്കിപ്പം ഈ സ്പ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്നുള്ള എടുത്തോന്നുള്ള ലെവലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റും കാര്യം നോക്കാം. അത്യാവശ്യം നല്ല നീറ്റ് പീസുള്ള വണ്ടി തന്നെ ആയിരിക്കും വിശ്വസിക്കാം. നമ്മൾ വാസോണിനെ ഏൽപ്പിച്ച ഡീലറല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ വിശ്വസിച്ച് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് നല്ല നല്ല കൊടുക്കാം. റേസിങ് നല്ല കൊടുത്തിട്ട് തന്നെ കൊടുക്കാം. നല്ല നോക്കാം. നിങ്ങൾ ഈ സൈലൻസറിന്ന് പോകേണ്ട തന്നെ മനസ്സിലാവും കിണ്ണം കച്ച് വണ്ടിയാണ്. നമ്മൾ റൈസ് നല്ല പിടിയുന്നുണ്ട്, പാറുന്നുണ്ട്, എണ്ണം പോലെ പാറി പോകുന്നുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല സ്പീഡും അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാം ഓൾ ഇൻ വൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഇവൻ്റെ ഇതിന് സൈസിനും വണ്ണത്തിന് കണക്കുള്ള വണ്ടിയാണ് ഇതിപ്പം കുഴപ്പമില്ല, വണ്ടി കുഴപ്പമില്ല ഗൈസ്. ഗൈസ്, അപ്പം പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡീലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി എടുത്ത് നമ്മളെ റൈഡിങ്ങിനെല്ലാം പോകണം. നമ്മളെ പൈസനും അത്യാവശ്യം വാസണം പറഞ്ഞാൽ തന്നെ നല്ലൊരു ഡീലർ ആയിരുന്നു. കാരണം അത്യാവശ്യം കുറേ പൈസേനെ കുറച്ച് തന്നിട്ടുണ്ട് നമുക്ക്. നമുക്കിതടുത്തൊന്നും ചെത്തായിട്ട് റൈഡിങ്ങിന് പോയിട്ട് വരാം. ഇനിയിപ്പം ഇതായിരിക്കും നമ്മളെ വണ്ടി, അത്യാവശ്യം കിണ്ണങ്ങാച്ചി വണ്ടിയാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് നേരെ എന്നാൽ പറപ്പിക്കാം. നമുക്ക് പറപ്പിക്കുന്നുണ്ട്, നല്ല പറപ്പിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പിന്നെ എണ്ണേൻ്റെ പ്രശ്നം അധികം വരില്ല. നമുക്ക് ഈ നമ്മളിവിടെ കയറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ കയറ്റൂല. നമ്മൾ ഡ്രിഫ്റ്റിനാണ് നമ്മൾ നിൽക്കുന്നത്. ഡ്രിഫ്റ്റ് അടിച്ചിട്ട് കളിക്കുവായിരുന്നു ഇപ്പം. അപ്പം നമുക്ക് നേരെ പോയി നോക്കാം. നേരെ പോയി നന്നോ വളച്ച് കളിക്കുവായിരുന്നു. ഹാൻഡിലെല്ലാം ശരിയാന്ന് നോക്കണം. വണ്ടി നമ്മൾ പിന്നെ വാങ്ങിയതുകൊണ്ട് ഹാൻഡിലെല്ലാം കാരണം നല്ല ശരിയാ നോക്കി മാത്രം നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലൂടെ കയറ്റാൻ പോയിരുന്നു. എന്താവുമെന്ന് അറിയില്ല, വീകോ മരിക്കുമോയെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്നാവുകയെന്ന്. അത് നമ്മൾ സ്പ്ലെൻഡർ എടുത്തിട്ട് നമ്മൾ എയറിലൊക്കെ കയറ്റാൻ പോയിരുന്നു. സ്പ്ലെൻഡർ എയറിലൊക്കെ കയറ്റി നമ്മളിപ്പം. എന്താവുമെന്നറിയില്ല, തുള്ളിപ്പോയിട്ടുണ്ട്, ചത്ത് പോയിട്ടുണ്ട്. ഇല്ല, ചത്തിട്ടില്ല, പക്ഷെ അഭിനയിച്ചതാണ്. പുഷപ്പ് എടുക്കുന്ന പോലെയാണ്, പുഷപ്പ് എടുത്തിട്ട് കയറുന്ന പോലെയാണ് ചങ്ങായി എണീച്ചിട്ട് വരുന്നത്. അത് നൈസാക്കിനി അത് ഷാർട്ടാക്കിയിട്ട് നമ്മൾ പറപ്പിക്കാൻ്റെ പരിപാടിയാണ് അടുത്ത പരിപാടി. നല്ലോണം കളിയാം നമുക്ക്. ഗൈസ്, നമ്മളിപ്പം ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ നിർത്താൻ പോയിരുന്നു. കാരണം പാർട്ട് 3 വരുന്നതായിരിക്കും അടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കൂട്ടുകാരൊക്കെ അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുത്ത് 2-3 അയച്ചു കൊടുത്ത് എല്ലാവരോടും സബും കാര്യങ്ങളും ചെയ്യാൻ പറയാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗൈസ്, ഗുഡ് ബൈ ഗൈസ്.